ഇന്നലെ സമാധാനത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുന്നു എന്നതായിരുന്നു സാഹചര്യമെങ്കിൽ ഇന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. സമാധാന ശ്രമങ്ങൾക്ക് മുൻകൈയെടുക്കുമെന്ന് കരുതിയ ട്രംപും അമേരിക്കയും തന്നെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നു. പ്രശ്നപരിഹാരം ആഗ്രഹിക്കുന്നില്ല ഇറാൻ എന്ന് വ്യക്തമാക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് നടക്കുന്നത്. കൈവിട്ട കളിയിലേക്ക് ഇറാൻ അമേരിക്ക സംഘർഷം നീങ്ങുന്നു എന്നതിന്റെ സൂചനകളാണ് പശ്ചിമേഷ്യ ഇന്ന് നൽകുന്നത്. കാര്യങ്ങൾ കൈവിട്ട് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. ഓരോ ദിവസങ്ങളിൽ മാറി മാറിയാണ് പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ വരുന്നത്. ഒരു തരത്തിലും ഒരു ശാശ്വത സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല. ഒമാൻ തീരത്ത് US സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർത്തതിന് മറുപടിയായിട്ടാണ് അമേരിക്ക ആക്രമണം തുടങ്ങിയത്. ഇറാന്റെ ആക്രമണത്തിനുള്ള പ്രതികാരമാണ് എന്നതാണ് US സെൻട്രൽ കമാൻഡ് ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞത്. ഇറാന്റെ ആക്രമണത്തോട് US പ്രതികരിക്കുമെന്ന് നേരത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹോർമുസിന് സമീപമാണ് USന്റെ ആധുനിക അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർന്നത്. ഇതിലെ പൈലറ്റുമാരെ ഡ്രോൺ ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിയിരുന്നു. ഹോർമുസ് കടലിടുക്കിന് സമീപം അമേരിക്കൻ സൈനിക ഹെലികോപ്റ്റർ തകർത്തത് ഇറാനാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പിന്നീട് സ്ഥിരീകരിച്ചു. ഇറാന്റെ ആക്രമണത്തോട് US പ്രതികരിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. തകർന്ന ഹെലികോപ്റ്ററിലെ പൈലറ്റുമാരെ രക്ഷപ്പെടുത്തിയതിന് പിന്നാലെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു ട്രംപ് ഇറാനെതിരെ ആരോപണം ഉന്നയിച്ചത്. പൈലറ്റുമാർ സുരക്ഷിതരാണെന്നും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടെന്നും ട്രംപ് പറഞ്ഞു. തങ്ങളുടെ അത്യാധുനിക ഹെലികോപ്റ്ററുകളിലൊന്നാണ് ഇറാൻ വെടിവെച്ചിട്ടതെന്നും ഒറ്റ രാത്രി കൊണ്ട് തന്നെ US സൈന്യം ഹോർമുസ് കടലിടുക്കിൽ പട്രോളിംഗ് നടത്തുകയും ഇറാനെതിരെ പ്രതികരണം അറിയിക്കുകയും ചെയ്യുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. പ്രതികരിക്കേണ്ടത് വളരെ പ്രധാനമാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. അങ്ങനെ താൻ കരുതുന്നു എന്നതാണ് ട്രംപ് കുറിച്ചത്. ഇതുപോലെ തന്നെ തിരിച്ചടിയും ഉണ്ടായി. അമേരിക്കൻ സൈന്യം കടലിൽ നടത്തിയ ആദ്യത്തെ ഡ്രോൺ രക്ഷാപ്രവർത്തനമായിരുന്നു ഈ US സെൻട്രൽ കമാൻഡ് വക്താവ് ഈ പൈലറ്റുമാരെ രക്ഷിച്ചതിനെ കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞത്. അതിനുശേഷമാണ് അമേരിക്ക ആക്രമണം തുടങ്ങിയത്. ട്രംപും അമേരിക്കൻ സെൻട്രൽ കമാൻഡും അറിയിച്ചതുപോലെ മണിക്കൂറുകൾക്കുള്ളിൽ അമേരിക്കയുടെ ശക്തമായ ആക്രമണമാണ് ഇറാന്റെ മണ്ണിൽ നടന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഒരു ഇറാനിയൻ ദ്വീപിൽ സ്ഫോടനങ്ങൾ കേട്ടതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു. തെക്കൻ ഇറാനിലെ ജാസ്ക്, സിറിക്, ഖിഷ് ദ്വീപ് എന്നിവിടങ്ങളിലെ നിരവധി സ്ഥലങ്ങളിൽ US ആക്രമണം നടത്തി. സിറിക് ബഹ്മാനി ജില്ലയിലെ ഒരു ടെലികോം ടവറും 2 വാട്ടർ ടാങ്കുകളും അമേരിക്കൻ ആക്രമണത്തിൽ നശിച്ചു. ഇറാൻ ഈ ആക്രമണങ്ങളൊക്കെ സ്ഥിരീകരിച്ചു രംഗത്ത് വരികയും ചെയ്തു. ഹോർമുസിന് സമീപമുള്ള ഖേഷം ദ്വീപിലേക്കും ഇറാൻ നഗരമായ സിറിക്കിലേക്കും ആക്രമണമുണ്ടായി എന്ന് സ്ഥിരീകരിക്കുന്നു. റഡാർ സൈറ്റുകൾ ലക്ഷ്യമിട്ടാണ് അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയത്. എന്നാൽ ഹോർമുസിൽ തങ്ങൾക്ക് നേരെ വന്ന ഡ്രോണുകളെ പ്രതിരോധിക്കുക മാത്രമാണ് ഉണ്ടായത് എന്നതാണ് അവരുടെ ഭാഗത്തു നിന്നുമുണ്ടായ വിശദീകരണം. ഈ അമേരിക്കയുടെ ട്രംപിന്റെ ഭീഷണി വന്നതിന് പിന്നാലെ ഇറാനും അതേ രീതിയിൽ തന്നെയാണ് അതിനോട് പ്രതികരിച്ചത്. വിദേശകാര്യ മന്ത്രി അബ്ബാസ് അഗ്രച്ചി ശക്തമായ ഭാഷയിൽ തന്നെ ട്രംപിന് മറുപടി പറഞ്ഞു. സുരക്ഷിതരായിരിക്കണമെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകണം എന്നതായിരുന്നു ഇറാന്റെ മുന്നറിയിപ്പ്. US തങ്ങളുടെ നിശ്ചയദാർഢ്യം പരീക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏതൊരു ആക്രമണത്തിനും ഭീഷണിക്കും ശക്തമായി തിരിച്ചടിക്കുമെന്നും മറുപടി നൽകാതെ വിടില്ല എന്നുമാണ് അഗ്രച്ചി എക്സിൽ കുറിച്ചത്. സുരക്ഷിതരായിരിക്കണമെങ്കിൽ തങ്ങളുടെ പ്രദേശം വിട്ടുപോകണം, അതായത് അമേരിക്ക പിന്മാറണം ഈ യുദ്ധത്തിൽ നിന്ന് എന്നത് തന്നെയാണ് അഗ്രച്ചി സൂചിപ്പിച്ചത്. അതുവരെ ഇറാൻ ആക്രമണം തുടരും എന്ന കാര്യം വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന് സമീപം US അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർത്തതിന് പിന്നിൽ തങ്ങളല്ല എന്ന് ഇറാൻ പറഞ്ഞു. പ്രദേശത്തെ സംഘർഷാവസ്ഥ കാരണം ഇത്തരം സംഭവങ്ങൾ ഉണ്ടായേക്കാം എന്നതായിരുന്നു ഇറാന്റെ ഔദ്യോഗിക പ്രതികരണം ആ വിഷയത്തിൽ. എന്തായാലും USന്റെ സൈനിക ഹെലികോപ്റ്റർ തകർത്തത് ഇറാനാണെന്ന ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളിക്കൊണ്ടായിരുന്നു ഇറാന്റെ ഈ പ്രതികരണം. പക്ഷേ ഇറാന്റെ മണ്ണിലേക്ക് നടത്തിയ അമേരിക്കൻ ആക്രമണത്തിന് തുല്യമായ തിരിച്ചടി തന്നെ ഇറാൻ നൽകുകയും ചെയ്തു. അത് ഗൾഫ് മേഖലകളിലേക്കായിരുന്നു എന്നതുകൂടി നമ്മൾ കാണണം. ഈ ഉത്തരവാദിത്വം തള്ളിക്കൊണ്ട് ഇറാൻ മണ്ണിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി എന്ന നിലയിലാണ് ശക്തമായ തിരിച്ചടി അമേരിക്കയ്ക്ക് ഇറാൻ നൽകിയിരിക്കുന്നത്. ജോർദാനിലെ US താവളമായ അൽ അസറിന് നേരെയും IRGC മിസൈൽ ആക്രമണം നടത്തി. F-35 ഹാങ്ങറുകളും കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രവും ആക്രമിക്കപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് അവിടെ നിന്നുള്ളത്.
US ജോർദാനോ ആക്രമണം സ്ഥിരീകരിക്കുകയോ തള്ളുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ശക്തമായ തിരിച്ചടി അവിടെ നൽകിയെന്നത് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും ഇറാൻ വ്യക്തമാക്കിയതായി ഇറാന്റെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്ക കൂടുതൽ ആക്രമണം നടത്തിയാൽ അതിക്രൂരവും നിർണായകവുമായ പ്രതികരണം നടത്താൻ തയ്യാറാണ് എന്നതാണ് IRGC ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. അൽ അസറിന് നേർക്കുള്ള ആക്രമണത്തിൽ ദീർഘദൂര മിസൈലുകളാണ് ഉപയോഗിച്ചതെന്ന് IRGC അവകാശപ്പെടുകയും ചെയ്തു. ഒപ്പം കുവൈറ്റിലും ബഹ്റൈനിലും ഡ്രോൺ ആക്രമണമുണ്ടായി. പൊട്ടിത്തെറിയുടേതായി കേൾക്കുന്ന ശബ്ദങ്ങൾ വ്യോമപ്രതിരോധ ഡ്രോണുകളെ തകർക്കുന്നതിൻ്റെതാണെന്നും പൊതുജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിൽ കഴിയണമെന്നും അധികൃതർ ഗൾഫ് പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. കുവൈറ്റ് സൈന്യം ഇത്തരം നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ശത്രുവിന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും ഫലപ്രദമായി ചെറുത്തുവെന്ന് സൈന്യം വ്യക്തമാക്കി. ബഹ്റൈനിലും മിസൈൽ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്നും ഏറ്റവും അടുത്ത സുരക്ഷിത സ്ഥലത്തേക്ക് മാറണമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പ്രദേശത്തെ ശത്രു കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി IRGC സ്ഥിരീകരിക്കുകയും ചെയ്തു. US സൈന്യമാണ് ഇറാൻ നഗരങ്ങളിൽ ആദ്യം ആക്രമണം നടത്തിയതെന്നും അതിനുള്ള തിരിച്ചടി നൽകിക്കഴിഞ്ഞുവെന്നുമാണ് IRGC വ്യക്തമാക്കുന്നത്. ബഹ്റൈനിൽ US സൈനിക താവളത്തിൽ നിന്ന് പുകപടലങ്ങൾ ഉയരുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുകയും ചെയ്തിരുന്നു. ബഹ്റൈനിലെ US നാവികസേനയുടെ 5ാം കപ്പൽ പടയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇറാനും ഇസ്രയേലും ഇതുപോലെ നേർക്കുനേർ വന്നിരുന്നു. ട്രംപിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് പിന്നീട് അത് പ്രശ്നപരിഹാരത്തിലേക്ക് നീങ്ങിയത്. ആദ്യം ഇറാൻ പിൻവാങ്ങി, പിന്നീട് വെടിനിർത്തൽ കരാർ പാലിക്കുമെന്ന് വ്യക്തമാക്കി ഇസ്രയേൽ കൂടി രംഗത്തു വന്നു. അങ്ങനെയാണ് മേഖലയിൽ ഒരു ദിവസത്തെ താൽക്കാലിക ആശ്വാസമുണ്ടായത്. ഇറാനുമായുള്ള ചർച്ചകളിൽ അപ്പോൾ ട്രംപ് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് ഒരു സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തുമെന്ന് ട്രംപ് അവകാശപ്പെട്ടു. അതിന് പിന്നാലെയാണ് ഹെലികോപ്റ്റർ ആക്രമണവും തിരിച്ചടിയും ഏറ്റുമുട്ടലുമൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന ടിറ്റ് ഫോർ ടാറ്റ് ആക്രമണങ്ങൾ വലിയ അപകടകരമായ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സംഘർഷത്തിന്റെ വ്യാപ്തി തങ്ങൾക്ക് നിയന്ത്രിക്കാനാകുമെന്നതാണ് അമേരിക്കയും ഇറാനും ഒരു ഘട്ടത്തിൽ വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുകയാണ്. മാത്രവുമല്ല, ചർച്ചകൾക്കുള്ള സാധ്യത മങ്ങുന്നു. ചർച്ചയ്ക്കുള്ള അവസരം പൂർണ്ണമായും പരാജയപ്പെട്ടാൽ ഇപ്പോൾ നിയന്ത്രിതമായി തുടരുന്ന ഈ സംഘർഷം വളരെ വലിയ ഒരു യുദ്ധമായി മാറാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഈ യുദ്ധത്തിൽ ഇറാൻ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാനാണോ ശ്രമിക്കുന്നത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സമാധാനത്തിലേക്ക് നീങ്ങാൻ ഒരു ഇടപെടൽ ട്രംപിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അമേരിക്കൻ ഹെലികോപ്റ്റർ ആക്രമിക്കുന്നതും ഈ രീതിയിൽ യുദ്ധത്തിന്റെ സമാനമായ സാഹചര്യങ്ങൾക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. വലിയ വെല്ലുവിളി ഇറാന്റെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുമ്പോൾ ട്രംപ് ഒട്ടും പിന്നോട്ടില്ല എന്ന സൂചന തന്നെയാണ് നൽകുന്നത്. ഈ ആക്രമണങ്ങൾ നിർത്തില്ല എന്ന സന്ദേശം ട്രംപ് നൽകുന്നു എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങളുമായി വിനോദ് നമുക്കൊപ്പം ചേരുകയാണ്. വിനോദ്, കേൾക്കാമോ? രേണുക, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിൻ്റെ അങ്ങനെ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത്. അതായത് ആസന്നമായ യുദ്ധത്തിലേക്ക്, ഏറ്റവും ഒടുവിൽ യുദ്ധം തന്നെയാണ് എന്ന നിലയ്ക്കുള്ള ഒരു പ്രതികരണം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ചർച്ചയ്ക്കുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുകയാണ്. മികച്ചൊരു കരാറിലേക്ക് പോകാനുള്ള അവസരം ഇറാൻ ഇല്ലാതാക്കി. ഇതിന് അവർ വലിയ വില നൽകേണ്ടി വരും. ഇപ്പോൾ നടക്കുന്നത് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വാചകമടി മാത്രമാണ്. അവരുടെ ഭാഗത്തു നിന്ന് കാര്യമായ എന്തെങ്കിലും ഒരു ആക്രമണം അമേരിക്കയ്ക്ക് നേരെയോ ഇസ്രായേലിന് നേരെയോ നടക്കുന്നില്ല എന്ന കാര്യം ട്രംപ് കുറിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ F-35 ഹാങ്ങറുകളും കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻ്ററുകൾ, ഇത് ജോർദാനിലാണ്. ജോർദാനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലേക്കാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായത്. അതിനവരെ പ്രേരിപ്പിച്ചത് ജാസ്, സിരിക്, കിഷ് ദ്വീപ്, ഇങ്ങനെ ഇറാനിലെ 3 പ്രദേശങ്ങൾ അമേരിക്ക ആക്രമിച്ചു. അമേരിക്കയുടെ അപ്പാച്ച ഹെലികോപ്റ്റർ ഇറാൻ ഹോർമുസ് തീരത്ത് വെടിവെച്ചിട്ടു. ഇതിന് പിന്നാലെയാണ് ഇറാനിലേക്ക് ആക്രമണം ഉണ്ടാകുന്നത്. തുടർന്ന് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈറ്റിലേക്ക്
ഖത്തറിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും ഒക്കെ തന്നെ ബഹ്റൈനിൽ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് തുടരുകയാണ്. ഇറാൻ ഇപ്പോൾ പറയുന്നത് അമേരിക്ക അവരുടെ സൈനികരുടെ ജീവൻ സംരക്ഷിക്കണമെങ്കിൽ അവിടെ നിന്ന് മടങ്ങുക എന്നത് തന്നെയാണ്. ഹോർമൂസ് അടക്കമുള്ള മേഖലയിൽ നിന്ന് അമേരിക്കൻ സൈന്യം പിന്നാക്കം പോയാൽ അവരുടെ ജീവൻ സംരക്ഷിക്കാമെന്ന് അരാക്സി ഉൾപ്പെടെയുള്ള ഇറാനിലെ നേതാക്കൾ പറയുന്നു. ട്രംപിൻ്റെ ഈ കുറിപ്പിൽ പ്രധാനപ്പെട്ട ഒരു വാക്ക് കൂടിയുണ്ട്. പശ്ചിമേഷ്യയിൽ ഭയം വിതച്ചിരുന്നയാൾ, പശ്ചിമേഷ്യയെ ഭയപ്പെടുത്തിയിരുന്നയാൾ മരിച്ചു എന്ന ഒരു കാര്യം കൂടി ഇപ്പോഴത്തെ ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. ആര് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത വരേണ്ടതുണ്ട്. ഏതായിരുന്നാലും നേരത്തെ നടന്ന ഈ കൊലപാതകങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരെ കൊല്ലപ്പെട്ട നേതാക്കളുണ്ട്, അവരുടെ കാര്യമാണോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാവിനെ കുറിച്ചാണോ ട്രംപ് പറയുന്നത് എന്ന കാര്യത്തിലൊക്കെ തന്നെ വിശദീകരണം വരേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴും അങ്ങനെ ഏകപക്ഷീയമായി ട്രംപിന് യുദ്ധത്തിലേക്ക് പോകാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയം അവശേഷിക്കുന്നു. കാരണം US കോൺഗ്രസ് നേരത്തെ അതിനുള്ള അനുമതി നൽകിയിരുന്നില്ല. യുദ്ധത്തിലേക്ക് പോകാൻ പാടില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിന് ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്ത് അങ്ങനെ യുദ്ധത്തിലേക്ക് പോകാൻ കഴിയുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അവിടെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുള്ള നിലപാട്, അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ നിലപാട് നിർണായകമാകുന്നത്. അവർ യുദ്ധം എന്ന നിലയ്ക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപിൻ്റെ ഇടപെടലോടുകൂടിയാണ് ഈ ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് അവസാനിച്ചത്. പ്രത്യേകിച്ച് ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രായേൽ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തിയത്. അവരെ ആക്രമിക്കരുത് എന്നൊരാവശ്യമാണ് ഇറാൻ നേരത്തെ തന്നെ ഈ കരാറിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ചത്. അത് ഹൂതികളെയും ഹിസ്ബുള്ളയും ഒക്കെ തന്നെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണം എന്ന ഒരു നിലപാടിലേക്ക് ഇറാൻ പോയിരുന്നു. പ്രധാനപ്പെട്ട അവരുടെ ഒരു ആവശ്യമായി അവർ ഉന്നയിച്ചത് അതായിരുന്നു. അതിൻ്റെ ലംഘനമാണ് ഉണ്ടായത്. 60 ദിവസത്തേക്ക് കൂടി സമാധാന കരാർ നീട്ടുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിലേക്ക് വഴിമാറിയത്. ഇതിൽ വിനോദ്, ഇപ്പോൾ വലിയ രീതിയിലുള്ള നിലപാട് പ്രഖ്യാപനം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഒരു പക്ഷേ ഈ സമാധാന ചർച്ചകൾക്കുള്ള സമ്മർദ്ദം എന്ന നിലയിൽ ട്രംപിന്റെ ഇപ്പോഴത്തെ നടപടികൾ നമ്മൾ കാണുമോ? കഴിഞ്ഞ ദിവസമൊക്കെ ട്രംപാണ് നെതന്യാഹുവിനെ നിയന്ത്രിക്കുന്നത്. ഇത് ഇനി ആക്രമണം ഉണ്ടായാൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമെന്ന ഭീഷണി മുഴക്കിയിരുന്നു. അതിനുശേഷം ഞങ്ങൾ സമാധാനത്തിലേക്ക് പോകുന്നു എന്ന് ട്രംപ് പറഞ്ഞു. പക്ഷേ പ്രകോപനമുണ്ടായത് ഇറാന്റെ ഭാഗത്തു നിന്നാണ്. അവർ ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ പോലും US ഹെലികോപ്റ്റർ, അപ്പാച്ചെ ഹെലികോപ്റ്റർ ആക്രമിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. അപ്പോൾ പ്രകോപനമുണ്ടായത് ഇറാന്റെ ഭാഗത്തു നിന്നുമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്? ഒരു വലിയ സമ്മർദ്ദം ചെലുത്തി വളരെ പെട്ടെന്നൊരു സമാധാന കരാറിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണോ ട്രംപ് നടത്തുന്നത്? ഇപ്പോഴത്തെ ഈ ട്രൂത്ത് സോഷ്യലിൽ വന്ന കുറിപ്പിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവരുടെ പ്രധാനപ്പെട്ട നേതാവ് കൊല്ലപ്പെട്ടു എന്നതിൻ്റെ സൂചനയാണ്. അതൊരു പക്ഷേ മുസ്തഫ ഖമേനിയാണോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഇതുവരെ മുസ്തഫയുടെ ഭാഗത്ത് നിന്നുള്ള ഔദ്യോഗികമായ കുറിപ്പുകളോ വിശദീകരണമോ ഒന്നും തന്നെ വന്നിട്ടില്ല. മാത്രമല്ല മുസ്തഫ ഒരുപക്ഷെ റഷ്യയിലായിരിക്കാം എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ട്രംപ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ആരെക്കുറിച്ച് എന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകളും ഉയർന്നു വരുന്നുണ്ട്. ഏതായിരുന്നാലും രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആസന്നമായ യുദ്ധം, അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകുമോ കാര്യങ്ങൾ എന്നതാണ്. അവിടെയും ട്രംപിൻ്റെ വരികൾ വായിക്കുമ്പോൾ ഇറാൻ്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അവരുടെ കരസേനയും അതോടൊപ്പം തന്നെ വ്യോമസേനയും നാവികസേനയും ഒക്കെ തന്നെ പൂർണ്ണമായി പരാജയപ്പെട്ടു. അവർക്ക് ഇനി ഒരു യുദ്ധത്തിലേക്ക് പോകാൻ കഴിയില്ല. ആ തരത്തിൽ ഇറാൻ തകർന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ കുറിപ്പിൽ പറയുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ അമേരിക്കയ്ക്ക് സൈനിക കേന്ദ്രങ്ങൾ തുറന്നു കൊടുത്തിട്ടുള്ള രാജ്യങ്ങളിലേക്ക്, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് ഇറാൻ്റെ ആക്രമണം ഉണ്ടാകുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് അവരുടെ സൈനിക ശേഷിയെ വിലയിരുത്തുന്നതിൽ എത്രമാത്രം അമേരിക്ക വിജയിച്ചു എന്നതിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ട്രംപിൻ്റെ ആദ്യത്തെ പ്രഖ്യാപനം തന്നെ 4 ആഴ്ച കൊണ്ട്, വെറും 4 ആഴ്ച കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. ഇപ്പോൾ 100 ദിവസം പിന്നിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 100 ദിവസം ഈ യുദ്ധം തുടങ്ങിയിട്ട് പിന്നിട്ടു. വെറും 1 മാസം എന്ന പ്രഖ്യാപനത്തോടു കൂടി തുടങ്ങിയ ഒരു പോരാട്ടമാണ്. പക്ഷേ അവിടെ അവർക്ക് പിഴച്ചു എന്നത് തന്നെയാണ്. അവിടെ ഇസ്രായേലിനും മൊസാദിനും അമേരിക്കയ്ക്കും ഒക്കെ തന്നെ കണക്കുകൂട്ടലിൽ പാളിച്ച പറ്റി എന്നതാണ്. മാത്രമല്ല ഇപ്പോഴുണ്ടാകുന്ന വലിയ സാമ്പത്തിക ബാധ്യത, അത് അമേരിക്കൻ ജനതയിൽ വലിയൊരു വിഭാഗം ഈ യുദ്ധവുമായി മുന്നോട്ട് പോയതിനെ വിമർശിക്കുന്ന നിലയിൽ കൂടി രംഗത്ത് വരികയാണ്. അമേരിക്കയിലാകട്ടെ മറ്റൊരു ഹിതപരിശോധനയിലേക്ക് പോവുകയാണ്. അവിടെ ഈ ജനങ്ങളുടെ പിന്തുണ എത്രമാത്രം ഈ ഒരു നിലപാടിന് ലഭിക്കും? മാത്രമല്ല US കോൺഗ്രസിൻ്റെ നിലപാട് യുദ്ധത്തിലേക്ക് പോകരുത് എന്നത് തന്നെയാണ്. ആ ഒരു ഘട്ടത്തിൽ ട്രംപിന് ഏകപക്ഷീയമായി ഈ യുദ്ധവുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന ചോദ്യം അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. രേണുക, ശരി, PV വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും വലിയ ഒരു അശാന്തി വീണ്ടും പശ്ചിമേഷ്യയിൽ ഉടലെടുക്കുകയാണ്. അമേരിക്ക നിലപാട് കടുപ്പിക്കുന്നു എന്നതാണ് കാണുന്നത്. ഇപ്പോൾ
ഉണ്ടായിട്ടുള്ള പ്രകോപനത്തിന് ഇറാൻ വില നൽകേണ്ടി വരും എന്നത് ട്രംപ് സൂചിപ്പിക്കുന്നു. വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും പിന്നോട്ടില്ല എന്ന നിലപാട് തന്നെയാണ് ഇറാനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് എസ്കലേറ്റ് ചെയ്യിപ്പിക്കാനുള്ളൊരു താല്പര്യം ഇറാന്റെ ഭാഗത്തു നിന്നുമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. തെക്കൻ ലെബനനിൽ ഉൾപ്പെടെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ വലിയ പ്രകോപനമാണ്. ലെബനൻ വിഷയവും കൂടി ഇതുമായി ബന്ധപ്പെടുത്തി പരിഹരിക്കപ്പെടണം എന്ന കാര്യമാണ്, നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത്. അത് വിഭിന്നമല്ല, ഇപ്പോഴത്തെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ നിന്ന് വിഭിന്നമല്ല എന്നത് സൂചിപ്പിച്ചുകൊണ്ട് അവിടെയും പരിഹാരം, മേഖലയിൽ ശാശ്വത സമാധാനം എന്ന ലക്ഷ്യമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന നിലയിൽ തന്നെ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ തുടരുകയാണ്. ഇനി എന്ത് സംഭവിക്കുന്നു എന്നത് കാത്തിരുന്ന് കാണാം.